ടി കെ സീതാറാം അയ്യർ നാരായണി ദമ്പതികൾക്ക് 7 മക്കൾ. കൊച്ചിയിൽ താമസമാക്കിയ മീനാക്ഷി, പാലക്കാട് താമസമാക്കിയ ഗീതാലക്ഷ്മി, ടി എസ് കല്യാണരാമൻ, ടി എസ് അനന്തരാമൻ, ടി എസ് പട്ടാഭിരാമൻ, ടി എസ് ബലരാമൻ, ടി എസ് രാമചന്ദ്രൻ. ഇവരോടൊപ്പം താമസിക്കുന്ന ലതയുടെ പിതാവ് രമണി കൊച്ചുമകളെ കാണാൻ ഇടവേളകളിൽ 10 മണിക്കൂർ യാത്ര ചെയ്തും 84-ാം വയസ്സിൽ മയിലാടുംതുറയിൽ നിന്നും വന്നിരുന്നത് ഒഴിവാക്കാൻ സ്നേഹം മാത്രം പങ്കുവച്ച് തൃശൂരിൽ താമസമാക്കി. കല്യാൺ കുടുംബത്തിന് ഇന്ന് ഒരു ഉത്സവ ഛായ പകരുന്ന ദിവസമാണ്. ടി എസ് രാമചന്ദ്രൻ്റെയും ലതയുടെയും മകൾ പൂജയുടെ വിവാഹം. കല്യാൺ ഫാമിലിയിൽ இந்த ജനറേഷനിൽ ലാസ്റ്റ് അത് യങ്ങസ്റ്റ് ലേഡി മെമ്പറായിട്ടാകും ഞാൻ എന്നോട് തങ്കை പൂജാவை പരിചയപ്പെടുത്തേണ്ടതും அவளுக்காக தான் இது நான் டெடிகேட் பண்ணுறதும். எங்களோட எல்லாரோடும் டியரஸ்டான பூஜாவோட கல்யாண ஃபங்க்ஷனோடு தொடக்கமாகும் இன்னைக்கு. அவளோட அண்ணன் நிலைக்கு என்னோட ஓர்மையில் வர்றது கொஞ்சம் காரியங்கள் பற்றி நான் சொல்ல ஆசைப்படுறேன். ஓர்மையில் ஆദ്യം வர்றது நாங்கள் சண்டை போடுறதாக்கும். சின்ன வயசுலேருந்து இன்னி வரைக்கும் சண்டை போடாத ஒரு நாள் போலும் இல்லை. டாய்ஸ், பென்சில், புக்ஸ், சாப்பாடு, அது இது எல்லாத்துக்கும் ஸ்கூல் படிக்கிற காலத்துலேருந்து எனக்கு மெயினாக ஓர்மையிலே இருக்குது. പഠിപ്പിൽ നമ്പർ 1, സ്പോർട്സിൽ നമ്പർ 1, ആക്ടിവിറ്റീസിൽ നമ്പർ 1, ഇതിൽ എല്ലാത്തിലും നമ്പർ 1 ഞാനല്ല, എന്നോട് തങ്ക പൂജ വെക്കും. എനിക്ക് പകുതി ചമ്മൽ അതിനാലത്. നാകെ 2 പേരും ഈവനിങ് ആർത്ത് പഠിക്കൊക്കെ വരുമ്പോൾ 2 പേർക്കും എനിക്ക് ഒരേ സ്റ്റഡി റൂം വെക്കും. അതിനാൽ പകുതി സമാധാനക്കേട് എനിക്ക് വെക്കും. ഞാൻ പഠിക്കുകയേ മാട്ടേൻ. അവൾ നന്നാ പഠിപ്പോൾ. ഞാൻ പഠിക്കത്ത സുഖമാ തൂങ്ങി ആടുവാൻ. അവളാന സൈലൻ്റ് റൂമിലേന്ന് ഇറങ്ങിപ്പോയി കീഴെ പോയി അമ്മാവ് കൂട്ടിൻ്റെ വരുമ്പോൾ പിന്നെ ചൊല്ലണ്ടാമേ അടിയിട്ട് പൂരായിരിക്കും. ഇതിനാണ് തൃശ്ശൂർ ഭാഷയിൽ പാര എന്ന് പറയും. എங்கள் വീട് ഇന്നേ വരെ സൈലൻ്റാக இருந்தால் ஒரு நாள் போலும் இல்லை. சைலண்டாக இருந்தால் எங்களுக்கு பிடிக்காது. இனிமே ரொம்ப சைலண்ட் ஆகிடும். அம்மா நீ ரெடியாக இருந்துக்கோ சண்டை போடுறதுக்கு, எனக்கு நீ விட்டால் ആരും இல்லை. അപ്പം அப்படி ஸ்கூல் கழிஞ்சு +2 நல்ல மார்க்கோட பாஸானா. BA எக்கனாமிக்ஸ் படிக்கிறதுக்கு ஸ்டெல்லா மேரிஸ் சென்னையிலையும், MA എക്കണോമിക്സ് പഠിக்கிறதுக்கு NUS നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർക്കും പോനാ. അപ്പോഴാക്കും അതൊരു 5 കൊല്ലം, அந்த 5 കൊല്ലം ശരിക്കുള്ളൊരു ബോറടി ഞാൻ അനുഭവപ്പെട്ടു. കല്യാൺ ഫാമിലിയിലെ വേറെ സ്റ്റേറ്റിലേക്ക് പോയി പഠിக்கிறதுக்கும் അല്ല വേറെ കൺട്രിയിൽ പോയി പഠിக்கிறதுக்கும் ഫസ്റ്റ് പൊണ്ണാക്കും പൂജ. അവൾക്ക് 3 കാര്യങ്ങളൊക്കെ ரொம்ப ഇഷ്ടം. ഒന്ന് ചാപ്പാടില്ലേക്ക് ഒരു ജീവിതം അവൾക്ക് 100% പിന്നെ തൂക്കം. എന്നെ വിട്ടാലും തൂക്കത്തെ മാത്രം വിടുறதுக்கு ഒരു ചാൻസും അവൾ കൊടുക്കാൻ മാട്ടാ. இந்த 2 കാര്യങ്ങളില്ലാക്കി അവളോട് ഒരു കാര്യങ്ങൾ അവൾ ചെയ്യാൻ മാട്ടാ. പിന്നെ 3ാമത് അപ്പ എന്നാ ജീവനാക്കും. എന്നാ കാര്യം നടക്കണമെന്നല്ല അപ്പ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അപ്പ ഇല്ലാക്കി അവൾ ഒരു നാളെ കൂടിയും സന്തോഷം വരും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അപ്പാകും അവളോട് പെറ്റ്. പിന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫാമിലിയിൽ ആരെന്ന് കേട്ടാൽ അമ്മ. ഷോപ്പിംഗ്, അത് ഇത് എന്നാ വേണാലും അല്ലാതെ എങ്കേയാவது ടൂർക്ക് പോകണമോ അല്ല ഫ്രണ്ട്സ് മീറ്റ് பண்ணணுമോ അതെല്ലാം അപ്പാവ് പിടിച്ചിട്ട് ഒരു കാര്യവുമില്ലേ, എല്ലാം അമ്മാവ് പിടിക്കണം. കല്യാൺ ഫാമിലിയിൽ എങ്ക ജനറേഷനിൽ 6th ലേഡി മെമ്പർ അല്ലാട്ട 17th മെമ്പർ ഓർ ഇൻ ഷോർട്ട് ദ ലാസ്റ്റ് മെമ്പർ ഇൻ ആ ജനറേഷൻ ചൊല്ലാം. സോ അതിനാലേ ഇൻ ദ വെഡിങ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമോഷണൽ വെഡിങ് ഇൻ അവർ ഹോൾ ഫാമിലിന്ന് ചൊല്ലണം എനിക്ക്. അതേസമയം 2003 കാലഘട്ടത്തിൽ അപ്പോഴാക്കും എന്നോട് அப்பாவை ஹெல்ப் பண்ணுறதுக்கு பிஸ்னஸில் கேறணும். அந்த டைமில் நான் 10th ஸ்டாண்டர்ட்லேயும் பூஜா 6th ஸ்டாண்டர்ட்லேயும் இருந்தா. என்னோட ஓர்மை சரியாகுது. எக்ஸஸ் ட்ராவலிங் பிஸ்னஸில் ரொம்ப டைம் கன்சூமிங் ஆகிடுது அம்மாவுக்கு பாவம். அதில் இருக்கிறதுக்கு சமயமே கிடச்சிட்டில்லை. சின்ன குழந்தைய பூஜாவை எப்படி பார்த்துக்கணும், அவள் கூட இருக்க பெற்றதில்லை எന്നുള്ളൊരു ഭയങ്കര സങ്കടമായിരുന്നു അന്നത്തെ കാലത്തിൽ. അപ്പോൾ എங்கள் பெரியம்மாவுக்கும் கூட இருந்து പൂജയുടെ കാര്യങ്ങൾ, അവളുടെ ചാപ്പാട്, അവളോട് പഠിപ്പ്, അവളോട് എല്ലാ കാര്യങ്ങളും ഒരു അമ്മ സ്ഥാനത്തിലിരുന്ന് പൂജാவை பார்த்துட்டு இருக்கா என்னோட பெரியம்மா രമാ പെரியമ്മ. എങ്കിൽ ഫാമിലി ശരിക്കും പറഞ്ഞാൽ പെരിയ ഫാമിലിയാകും. ഒരിക്കലും ഞങ്ങൾ ഒറ്റയ്ക്കാക്കുന്നുള്ളൊരു ഫീലിംഗ് ഇതുവരെ എങ്ങൾക്ക് തോന്നിയിട്ടില്ലേ. രമാ പെരുമ ഇല്ലാട്ട ലളിതാ പെരുമ ഇല്ലാട്ട മീര പെരുമ ഇല്ലാട്ട ഉമാ പെരുമ, ഇവ ആരും ഇല്ലാട്ട ഗീതാത്തെ, മീനാമ്പത്തെ. ഹോളിഡേയ്സ് ആവട്ടും അല്ലാട്ട ഫങ്ഷൻസ് ആവട്ടും എങ്കാത്തിലെ മന്നിമാരും കസിൻസും പൂജാവും എല്ലാവരും ചേർന്ന് അതൊരു പൊടിപ്പൂരമാക്കുക. മായമന്നി, ദീപാമന്നി, വർദ്ധിനി മന്നി, വിജി മന്നി, മധുമതി മന്നി, രാധിക, ധന്യ, ദിവ്യ, വിദ്യ, രേഖാമന്നി, ദീപ, ദ ബിഗ്ഗസ്റ്റ് ഫാഷൻ കോമ്പറ്റീറ്റേഴ്സ് അമംഗ് ദ ലേഡീസിനെ ചൊല്ലാം.
ഞാൻ ഇത്രയ്ക്കും എங்கள் ഫാമിലി പറ്റി ചൊല്ലിയാச்சு. ഇനി മെയിനാக ഒരാളെ ഇൻട്രൊഡ്യൂസ് பண்ணணும். ദ മോസ്റ്റ് ഹാൻസം, ടാലൻറ്റഡ്, സ്മാർട്ട്, ഇൻ ഷോർട്ട് എന്നെ മാതിരിയേ ഒരുത്തൻ. ഹൂസ് ഓൾ സെറ്റ് ടു ടേക്ക് മൈ സിസ്റ്റർ ടു എ ബെറ്റർ പ്ലേസ്. അവനോട് സ്കൂളിംഗ് ദുബായിൽ, BTech NIT ട്രിച്ചിയിൽ, MBA IIM കാലിക്കറ്റിൽ, ആൻഡ് നൗ അവ അപ്പ കൂടെ അവ അപ്പാவோட ഓൺ കമ്പനിയിൽ പ്രോഡക്റ്റ് മാനേജറായിരിക്കാൻ. മിസ്റ്റർ ദീപക് രാമകൃഷ്ണൻ, son of PK Ramakrishnan and Mrs. Chandra, a family whom we never thought we'll come across, who's crossed all our expectations. എങ്ങൾക്ക് ഉദ്ദേശത്തോടെ ഒരു പെരിയൊരു ரொம்ப നല്ലൊരു ഫാമിലിയെ எங்களுக்கு கிடச்சிருக்கு. எல்லாம் தேங்க்ஸ் டு லார்ட் ஸ்ரீராமா. பூஜாவுக்கு ஒரு எக்ஸ்பெக்டேஷன் இருந்தது, எனக்கு ஒரு எக்ஸ்பெக்டேஷன் இருந்தது, எங்கள் அப்பா அம்மாவுக்கு ஒரு எக்ஸ்பெக்டேஷன் இருந்தது. பட் அதெல்லாம் ஒரு எக்ஸ்பெக்டேஷனே அல்ல, இதுக்கும் மேலே எக்ஸ்பெக்ட் பண்ணலாம் என்னோட ப்ரூவ் பண்ணது இவா தான். The most humble, fun-loving, humorous family I've met in recent times. ഇത്ര നല്ല ഫാമിലിയിൽ പൂജാவை കൊടുക്കുറോം ചൊല്ലിക്കഴിഞ്ഞാൽ നനയ്ക്കറത്തേ ரொம்ப 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 சந்தோஷமாக இருக்குது. ഉച്ചയ്ക്ക് തൂങ്ക താല്പര്യം ഉള്ള പൂജ, ആത്തിലെ പരമാവധി സമയം കഴിച്ചു കൂട്ടണം എന്നുള്ള പൂജ, പുട്ടും കടല കഴിക്കറ പൂജ, ഞാൻ ചണ്ട പോടാട്ടലും എന്നെ മൂപ്പിച്ച് ചണ്ട ഉണ്ടാക്ക വെക്കറ പൂജ, ഫാമിലിയിലെ എല്ലാ നീസും നെവ്യൂസോടെ ഫേവറേറ്റ് ആണ് പൂജ, ഡ്രസ്സുകൾ വാങ്ങി കൂട്ടറ പൂജ, என்ன ஆக்டிவிட்டீஸ் வந்தாலும் ஓடிச்சாடி எனர்ஜெட்டிக்காக பார்ட்டிசிபேட் பண்ணுற பூஜா, ஃபன் லவ்விங், த மோஸ்ட் பியூட்டிஃபுல் சிஸ்டர். அவளுக்காக நான் இது டெடிகேட் பண்ணுறேன். பூஜா நம்மளோட யங்கெஸ்ட் கிட் அண்ட் பூஜாக்கு கல்யாணம் ஆகிறதுன்னு ஃபஸ்ட்டு நம்பவே முடியறதில்லை. நாங்கள் டான்ஸ் ப்ராக்டிஸ்ங்கிற பேரில் என்ஜாய் பண்ணியிருக்கோம். பூஜா, தேங்க்யூ ஸோ மச் ஃபார் எவ்ரி திங். வி காண்ட் பிலீவ் தட் யூ ஆர் லீவிங். எனிவே நம்மளோட ஃபேவரட் கேர்ள் யாரு?